എന്റെ ഗാനം. അധ്യാപികയും ആകാശവാണി ശ്രോതാവുമായ ബീന മാണിക്കോത്താണ് എന്റെ ഗാനത്തിൽ ഇഷ്ടഗാനങ്ങളുമായി ഇന്ന് നമ്മളോടൊപ്പമുള്ളത്. അവരുടെ അനുഭവങ്ങളും പ്രിയ ഗാനങ്ങളും നമുക്ക് കേൾക്കാം. ഞാൻ ബീന മാണിക്കോത്ത്, മലപ്പുറം ജില്ലയിലെ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ മക്കരപ്പറമ്പയിൽ ഇംഗ്ലീഷ് അധ്യാപികയായി ജോലി ചെയ്യുന്നു. കോഴിക്കോട് വടകരയിലാണ് എന്റെ വീട്. ഞാനിപ്പോൾ താമസിക്കുന്നത് മലപ്പുറത്ത് മുണ്ടുപറമ്പ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഞാൻ ചെറുതായപ്പോൾ എന്റെ വീട്ടിൽ ആദ്യമായി റേഡിയോ കൊണ്ടുവന്നപ്പോൾ അത്ഭുതത്തോടെ, അത്യധികം സന്തോഷത്തോടെ ഞാൻ നോക്കി നിൽക്കുകയായിരുന്നു. റേഡിയോ പരിപാടികൾ അന്നും ഇന്നും ജനങ്ങൾ ഹൃദയത്തോട് ചേർത്ത് നിർത്തുന്ന പരിപാടികളാണ്. റേഡിയോ ഒരു ശ്രാവ്യ മാധ്യമമായതിനാൽ ഏത് ജോലിക്കിടയിലും ആ ജോലി ചെയ്തുകൊണ്ട് പരിപാടികൾ ആസ്വദിക്കാം എന്നുള്ളത് മറ്റു മാധ്യമങ്ങളെ അപേക്ഷിച്ച് റേഡിയോയെ മാറ്റി നിർത്തുന്ന പ്രത്യേകതയാണ്. മഞ്ചേരി FM പ്രക്ഷേപണം ചെയ്യുന്ന എല്ലാ പരിപാടികളും ഒന്നിനൊന്ന് മെച്ചപ്പെട്ടതാണ്. സമൂഹത്തിന് വളരെ ഉപകാരപ്രദമായ ആരോഗ്യജാലകം, ആയുരാരോഗ്യം, നോവൽ വായന, എന്ത് പഠിക്കണം, എന്താകണം, എന്റെ ഗാനം, കമ്പ്യൂട്ടർ, മൊബൈൽ ഫോൺ എന്നിവയെപ്പറ്റി അറിവ് നൽകുന്ന സൈബർ ജാലകം എന്നീ പരിപാടികൾ അതിൽ എടുത്തു പറയേണ്ടതാണ്. ഒരേ സമയം വിനോദവും വിജ്ഞാനവും നൽകുന്ന പരിപാടികൾ നമുക്കായി ഒരുക്കി നൽകുന്ന ആകാശവാണിയെ നമുക്ക് ചേർത്ത് പിടിക്കാം. കോഴിക്കോട് വടകരയിലാണ് എന്ന് ഞാൻ പറഞ്ഞല്ലോ എന്റെ വീട്. വടക്കൻ പാട്ടുകളും കളരിപ്പയറ്റും ലോകനാർക്കവുമാണല്ലോ വടകര എന്ന് കേൾക്കുമ്പോൾ ആദ്യം മനസ്സിലോർമ്മ വരുന്നത്. വടക്കൻ വീരഗാഥയിലെ പാട്ടാകട്ടെ എന്റെ ഗാനത്തിൽ ആദ്യമായി. കളരി വിളക്ക് തെളിഞ്ഞതാണോ, കൊന്നമരം പൂത്തുലഞ്ഞതാണോ, കളരി വിളക്ക് തെളിഞ്ഞതാണോ, കൊന്നമരം പൂത്തുലഞ്ഞതാണോ, മാനത്തു നിന്നാണ് വന്നതാണോ, മാനത്തു നിന്നാണ് വന്നതാണോ, കുന്നത്തു സൂര്യൻ ഉദിച്ചതാണോ, കുന്നത്തു സൂര്യൻ ഉദിച്ചതാണോ.
നാളില് ആദ്യമായി റേഡിയോ കൊണ്ടുവന്ന കാര്യം ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ. അന്ന് ഞാൻ അത്ഭുതത്തോടുകൂടി റേഡിയോ നോക്കിയിരുന്നു. അതിൽ ന്യൂസ് കേൾക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. വളരെ കൃത്യമായിട്ട് വളരെ വ്യക്തമായിട്ട് കേൾക്കാൻ പറ്റിയ ഒരു മാധ്യമമായിട്ടാണ് റേഡിയോ എനിക്ക് അനുഭവപ്പെട്ടത്. പിന്നെ എന്നെ അതിൽ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് ബാലലോകമായിരുന്നു. അന്ന് ഞാൻ മനസ്സിൽ ഒരുപാട് ആഗ്രഹിച്ചതായിരുന്നു ബാലലോകം പരിപാടിയിൽ ഒന്ന് പോയി പങ്കെടുക്കണമെന്ന്. പക്ഷെ ഞാൻ മണിയൂർ എന്ന് പറയുന്ന ഒരു ഉൾനാട്ടിലായിരുന്നു. അവിടെ നിന്നും കോഴിക്കോട് ആകാശവാണിയിലൊക്കെ വന്ന് ഒരു പരിപാടി അവതരിപ്പിക്കുകയെന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിട്ടാണ് എനിക്ക് അന്ന് തോന്നിയത്. സാഹചര്യവും അതിന് അനുകൂലമായിരുന്നില്ല. ഈ റേഡിയോയിൽ ഉണ്ടാകുന്ന നാടകങ്ങൾ എന്നെ ഒരുപാട്, എനിക്ക് പറഞ്ഞറിയിക്കാൻ കഴിയില്ല, അത്രയും എനിക്കിഷ്ടമുള്ള ഒരു പരിപാടിയായിരുന്നു. ആ നാടകത്തിന്റെ ടൈം ആകുമ്പോഴേക്കും പഠനമൊക്കെ കഴിഞ്ഞ് റെഡിയായിരിക്കും. നാടകം കേൾക്കുകയാണെങ്കിലും അത് ശരിക്കും കൺമുന്നിൽ വന്ന് അഭിനയിക്കുന്ന ഒരു അനുഭവമാണ് എനിക്ക് തോന്നിയത്. റേഡിയോ എന്ന് പറയുന്നത് എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു മാധ്യമമാണ് അന്നും ഇന്നും. എന്റെ വീട് കുറ്റ്യാടിപ്പുഴയോരത്താണ്. മുൻകാലങ്ങളിൽ തോണിയാത്ര ചെയ്ത് കടവ് കടന്നു വേണം പയ്യോളിയിലെത്താൻ. തോണിയാത്ര എന്ത് രസമാണെന്നോ. ആ ഒരു അനുഭവം എനിക്ക് തരുന്നു കായലും കയറും എന്ന സിനിമയിലെ ചിത്തിരത്തോണിയിൽ അക്കരെ പോകാൻ എന്ന ഗാനം കേൾക്കുമ്പോൾ. ചിത്തിരത്തോണിയിൽ അക്കരെ പോകാൻ എത്തിടാമോ പെണ്ണേ, ചിറയിൻ കീഴിലെ പെണ്ണേ, ചിരിയിൽ ചിലങ്ക കെട്ടിയ പെണ്ണേ. ചിത്തിരത്തോണിയിൽ അക്കരെ പോകാൻ എത്തിടാമോ പെണ്ണേ, ചിറയിൻ കീഴിലെ പെണ്ണേ, ചിരിയിൽ ചിലങ്ക കെട്ടിയ പെണ്ണേ. ചിത്തിരത്തോണിയിൽ അക്കരെ പോകാൻ നിന്നെ കണ്ടാൽ മയങ്ങി നിൽക്കും തോണി, നിന്നെ കാണാതിരുന്നാൽ മടിച്ചു നിൽക്കും തോണി. നിന്നെ കണ്ടാൽ മയങ്ങി നിൽക്കും തോണി, നിന്നെ കാണാതിരുന്നാൽ മടിച്ചു നിൽക്കും തോണി. കരയിൽ നിന്നും കയർ കയറ്റി കരകൾ തേടുന്നു, കരയിൽ നിന്നും കയർ കയറ്റി കരകൾ തേടുന്നു. എന്റെ കരതടത്തിൽ നിന്റെ കണ്ണുകൾ കളം വരയ്ക്കുന്നു, കളം വരയ്ക്കുന്നു. ചിത്തിരത്തോണിയിൽ അക്കരെ പോകാൻ എത്തിടാമോ പെണ്ണേ, ചിറയും കീഴിലെ പെണ്ണേ, ചിരിയിൽ ചിലങ്ക കെട്ടിയ പെണ്ണേ. ചിത്തിരത്തോണിയിൽ അക്കരെ പോകാൻ തെരുത്തും നാണമുണർത്തും പെണ്ണേ, മലർമാലി കൊണ്ട് കെട്ടിയിട്ടോ എന്നെ. മാലി തെരുത്തും നാണമുണർത്തും പെണ്ണേ, മലർമാലി കൊണ്ട് കെട്ടിയിട്ടോ എന്നെ. നല്ല നാള് നോക്കി നിൻ കഴുത്തിൽ താലി കെട്ടും ഞാൻ, നല്ല നാള് നോക്കി നിൻ കഴുത്തിൽ താലി കെട്ടും ഞാൻ. നാളെ മൺകുളിലിൽ കൈ പിടിച്ചു കുടിയിരുത്തും ഞാൻ, കുടിയിരുത്തും ഞാൻ. ചിത്തിരത്തോണിയിൽ അക്കരെ പോകാൻ എത്തിടാമോ പെണ്ണേ, ചിറയിൽ കീഴിലെ പെണ്ണേ, ചിരിയിൽ ചിലങ്ക കെട്ടിയ പെണ്ണേ. ചിത്തിരത്തോണിയിൽ അക്കരെ പോകാൻ പ്രസിദ്ധ
എഴുത്തുകാരി കമലാദാസിന്റെ നഷ്ടപ്പെട്ട നീലാംബരി എന്ന കഥയെ ആസ്പദമാക്കി ലെനിൻ രാജേന്ദ്രൻ സംവിധാനം ചെയ്ത സിനിമയാണ് മഴ. മഴ എന്ന സിനിമയിലെ നായികയായ ഭദ്രയ്ക്ക് തന്റെ സംഗീത അധ്യാപകനോട് തോന്നുന്ന തീവ്ര പ്രണയമാണ് ആ സിനിമയിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. കേൾക്കുന്തോറും ഇനിയും കേൾക്കണമെന്ന് തോന്നുന്ന മഴയിലെ പാട്ടൊന്ന് കേട്ടാലോ? വാർമുകിലേ വാനിൽ നീ വന്നു നിന്നാൽ ഓർമ്മകളിൽ ശ്യാമവർണ്ണൻ കളിയാടി നിൽക്കും കഥനം നിറയും യമുനാ നദിയായി മിഴിനീർ വഴിയും.
ശ്രീദേവി അരവിന്ദ് സ്വാമി ജോഡിയിൽ ഭരതൻ സംവിധാനം ചെയ്ത ദേവരാഗം എന്ന ചിത്രത്തിലെ എല്ലാ പാട്ടുകളും അതിമനോഹരങ്ങളാണ്. പി ജയചന്ദ്രനും കെ എസ് ചിത്രയും ആലപിച്ച യുഗ്മഗാനം ഗാനാലാപനം കൊണ്ടും ചിത്രീകരണം കൊണ്ടും കാതിനും കണ്ണിനും ഒരേപോലെ സുഖം നൽകുന്നതാണ്. അതിലെ പാട്ട് നമുക്ക് എത്ര കേട്ടാലും മതിയാവാത്തതാണ്. ശിശിരകാലമേഘമിഥുനരതിപരാഗമോ അതോ ദേവരാഗമോ കുളിരിൽ മുങ്ങും ആത്മദാഹ മൃദുവികാരമോ അതോ ദേവരാഗമോ ഇന്ദ്രിയങ്ങളിൽ ശൈത്യമീലിമ സ്പന്ദനങ്ങളിൽ രാസചാരുത മൂടൽ മഞ്ഞള നീർത്തിശയ്യകൾ ദേവദാരുവിൽ തിരിഞ്ഞു മോഹനങ്ങൾ ശിശിരകാലമേഘമിഥുനരതിപരാഗമോ അതോ ദേവരാഗമോ കുളിരിൽ മുങ്ങും ആത്മദാഹ മൃദുവികാരമോ അതോ ദേവരാഗമോ ആദ്യരോമഹർഷവും അങ്കുലീയ പുഷ്പവും അനുഭൂതി പകരുന്ന മധുരം ആദിവാസ്വപ്നവും ആനന്ദബാഷ്പവും കതിരിടും ഹൃദയങ്ങളിൽ മദനഗാന പല്ലവി ഹൃദയ ജീവരഞ്ജിനി ഇതളിടുമീ നിമിഷങ്ങൾ ധന്യം ധന്യം ശിശിരകാലമേഘമിഥുനരതിപരാഗമോ അതോ ദേവരാഗമോ കുളിരിൽ മുങ്ങും ആത്മദാഹ മൃദുവികാരമോ അതോ ദേവരാഗമോ ശിശിരകാലമേഘമിഥുനരതിപരാഗമോ അതോ ദേവരാഗമോ കുളിരിൽ മുങ്ങും ആത്മദാഹ മൃദുവികാരമോ അതോ ദേവരാഗമോ അതോ ദേവരാഗമോ അതോ ദേവരാഗമോ
ദൈവങ്ങൾക്ക് പോലുമില്ലാത്ത മനസ്സിന്റെ ഉടമയായ കണ്ണൻ തിരുമലൻ താൻ സ്നേഹിച്ച താമരയെ കഴുത്ത് ഞെരിച്ചു കൊല്ലാൻ പാകത്തിന് അയാളിലുണ്ടായ മാറ്റത്തിന്റെ കഥയാണ് കളിയാട്ടം. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തിന് ഏറ്റവും ഇഷ്ടമുള്ള പാട്ടാണ് കളിയാട്ടം എന്ന സിനിമയിലെ എന്നോടെന്തിനീ പിണക്കം എന്ന ഗാനം. ഈ സുഹൃത്താണ് എന്റെ ജീവിതത്തിലെ വഴികാട്ടി എന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ കോഴിക്കോട് ജില്ലയിൽ താമസിക്കുകയാണെങ്കിലും ജോലി ചെയ്യുന്നത് മലപ്പുറത്താണെന്ന് പറഞ്ഞല്ലോ. മലപ്പുറത്ത് കോഴിക്കോട് ജില്ലയെ അപേക്ഷിച്ച് കൂടുതൽ ഗവൺമെന്റ് സ്കൂളുകൾ ഉള്ള ഒരു ജില്ലയാണ്. ഇംഗ്ലീഷ് ആണല്ലോ എന്റെ ഐച്ഛിക വിഷയം. അപ്പോൾ HSA ഇംഗ്ലീഷ് PSC വിളിച്ചപ്പോൾ ഞാൻ കോഴിക്കോടായിരുന്നു അപ്ലൈ ചെയ്യാൻ തീരുമാനിച്ചത്. അപ്പൊ എന്റെ ഈ പ്രിയപ്പെട്ട, എന്റെ ഏറ്റവും പ്രിയപ്പെട്ട എന്ന് തന്നെ വേണമെങ്കിൽ പറയാം, സുഹൃത്ത് എന്നോട് പറഞ്ഞു, കോഴിക്കോട് ജില്ലയിൽ അപേക്ഷിക്കുന്നതിനേക്കാൾ ഒന്നുകൂടെ നല്ലത് മലപ്പുറം ജില്ലയിൽ അപേക്ഷിക്കുന്നതാണെന്ന്. അതനുസരിച്ച് ഞാൻ മലപ്പുറം ജില്ലയിൽ അപേക്ഷിക്കുകയും മലപ്പുറം ജില്ലയിൽ വന്ന് പരീക്ഷ എഴുതുകയും എനിക്ക് PSC ജോലി HSA ഇംഗ്ലീഷ് ആയിട്ട് നിറമരുതൂർ സ്കൂളിലാണ് എനിക്ക് ആദ്യമായിട്ട് അപ്പോയിന്റ്മെന്റ് കിട്ടുന്നത്. എന്റെ പ്രിയ സുഹൃത്ത് കാരണമാണ് എനിക്ക് ജോലി കിട്ടിയത് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ പാട്ട് കേൾക്കുമ്പോഴൊക്കെ എന്റെ സുഹൃത്ത് പറയാറുണ്ട്, എനിക്ക് എപ്പോഴും നിന്നെ ഓർമ്മ വരാറുണ്ടെന്ന്. അങ്ങനെ എന്നോട് പറയുന്നത് കൊണ്ട് തന്നെ ഈ പാട്ട് കേൾക്കുമ്പോഴൊക്കെ എനിക്കും എന്റെ പ്രിയ സുഹൃത്തിനെ ഓർമ്മ വരാറുണ്ട്. എന്റെ പ്രിയ സുഹൃത്തിന് വേണ്ടിയിട്ടാണ് കളിയാട്ടം എന്ന സിനിമയിലെ എന്നോടെന്തിനീ പിണക്കം എന്ന പാട്ട് ഞാൻ എന്റെ ഗാനത്തിലൂടെ അർപ്പിക്കുന്നത്. എന്നോടെന്തിനീ പിണക്കം, ഇന്നും എന്തിനാണെന്നോട് പരിഭവം. ഞാൻ പഠിപ്പുരയോളം
എന്റെ ചേച്ചിയുടെ മകൻ ബഹ്റൈനിൽ ഫയർ ആൻഡ് സേഫ്റ്റിയിൽ ജോലി ചെയ്തു വരുന്നു. അവനെ കാണുമ്പോഴൊക്കെ അവന്റെ നാവിൻ തുമ്പത്തുള്ള ഒരു പാട്ടാണ് മൗനം സ്വരമായി എന്ന ഗാനം. എനിക്ക് കൂടി ഇഷ്ടമുള്ള പാട്ടാണ്. ആ പാട്ട് അവന് വേണ്ടി ഇതാ. മൗനം സ്വരമായി പൊൻവീണയിൽ സ്വപ്നം മലരായി ഈ കൈക്കുമ്പിളിൽ എൻ പൊൻവീണയിൽ സ്വപ്നം മലരായി ഈ കൈക്കുമ്പിളിൽ ഉണരും സ്മൃതിയലയിൽ ആരോ സാന്ത്വനമാ മുരളികയൂതി ദൂരെ മൗനം സ്വരമായി എൻ പൊൻവീണയിൽ സ്വപ്നം മലരായി ഈ കൈക്കുമ്പിളിൽ അറിയാതെ എൻ തെളിവേനലിൽ കുളിർമാരിയായി പെയ്തു നീ. അറിയാതെ എൻ തെളിവേനലിൽ കുളിർമാരിയായി പെയ്തു നീ. നീരവരാവിൽ ശ്രുതി ചേർന്നവിന്നിൻ മൃദുരവമായി നീ ലയമഞ്ജരി മൗനം സ്വരമായി എൻ പൊൻവീണയിൽ സ്വപ്നം മലരായി ഈ കൈക്കുമ്പിളിൽ അനഘനിലാവിൻ മുടികോതി നിൽക്കേ വാർമതിയായി എന്നോമനെ മൗനം സ്വരമായി എൻ പൊൻവീണയിൽ സ്വപ്നം മലരായി ഈ കൈക്കുമ്പിളിൽ ഉണരും സ്മൃതിയലയിൽ ആരോ സാന്ത്വനമാ മുരളികയൂതി ദൂരെ. മലപ്പുറം ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി അധ്യാപകനാണ് എന്റെ ഹസ്ബൻഡ്. അധ്യാപകനായതുകൊണ്ടും ഞാനൊരു ടീച്ചർ ആയതുകൊണ്ടും ആയിരിക്കാം ഞാൻ മാഷ് എന്നാണ് എന്റെ ഹസ്ബൻഡിനെ വിളിക്കാറ്. എനിക്ക് കലാപരമായിട്ടുള്ള എല്ലാ മത്സരങ്ങൾ പങ്കെടുക്കാനും അല്ലെ സ്കൂളിലേക്ക് എനിക്ക് എന്തെങ്കിലും ഓഫീസ് സംബന്ധമായ കാര്യങ്ങളിൽ എല്ലാ കാര്യത്തിലും എനിക്കും മക്കൾക്കും വളരെ വലിയ പിന്തുണ ഹസ്ബൻഡിൽ നിന്ന് എനിക്ക് കിട്ടാറുണ്ട്. മാഷ് എപ്പോഴും പാടുന്ന ഒരു പാട്ടുണ്ട്. കന്നിപ്പൂമാനം കണ്ണും നട്ടു ഞാൻ നോക്കിയിരിക്കേ, എന്റെ മനസ്സിൽ
തൈമണി തെന്നലായി പുൽകാൻ നീ വന്നു. കന്നിപ്പൂമാനം കണ്ണും നട്ടു ഞാൻ നോക്കിയിരിക്കേ, എന്റെ മനസ്സിൽ തൈമണി തെന്നലായി പുൽകാൻ നീ വന്നു. കന്നിപ്പൂമാനം കണ്ണും നട്ടു ഞാൻ നോക്കിയിരിക്കേ, എന്റെ മനസ്സിൽ തൈമണി തെന്നലായി പുൽകാൻ നീ വന്നു. വെട്ടം കിഴക്ക് പൊട്ടുകുത്തി കാന്തി പരന്നു, കാണാത്ത തീരങ്ങൾ തേടി നടന്നപ്പോൾ മൂകാനുരാഗം കഥ പറഞ്ഞു. കന്നിപ്പൂമാനം കണ്ണും നട്ടു ഞാൻ നോക്കിയിരിക്കേ, എന്റെ മനസ്സിൽ കൈമണി തെന്നലായി പുൽകാൻ നീ വന്നു. ചേരാൻ നീ വന്നു. കന്നിപ്പൂമാനം കണ്ണും നട്ടു ഞാൻ നോക്കിയിരിക്കേ, എന്റെ മനസ്സിൽ കൈമണി തെന്നലായി പുൽകാൻ നീ വന്നു. കന്നിപ്പൂമാനം കണ്ണും നട്ടു ഞാൻ നോക്കിയിരിക്കേ, എന്റെ മനസ്സിൽ കൈമണി തെന്നലായി പുൽകാൻ നീ വന്നു. മിയാൻ താൻസൻ പാടി മഴ പെയ്ച്ച രാഗമാണ് മേഘമൽഹാർ രാഗം. മനസ്സിനെ ആർദ്രമാക്കുന്ന രാഗം, കവിതയും ഭാവവും ഇഴകിച്ചേർന്ന കേൾക്കാൻ ഇമ്പമാർന്ന പേര് മേഘമൽഹാർ. ഈ രാഗത്തിനോടുള്ള ഇഷ്ടം കാരണം ഞങ്ങൾ പയ്യോളിയിൽ പുതുതായി നിർമ്മിച്ച വീടിന് മേഘമൽഹാർ എന്നാണ് പേരിട്ടത്. മേഘമൽഹാർ എന്ന സിനിമയിലെ അതിമനോഹരമായ ഗാനമാണ് അടുത്തത്. പുഷ്പമായി എന്നെ കുനീളുന്ന മിഴിമുനയാരുടേതാവാ, ഒരു നറു പുഷ്പമായി എന്നെ കുനീളുന്ന മിഴിമുനയാരുടേതാവാ, ഒരു മഞ്ജുഹർഷമായി എന്നിൽ തുളുമ്പുന്ന നിനവുകളാരെയൊത്താവാ, അറിയില്ലെനിക്കറിയില്ല, പറയുന്നു സന്ധ്യതൻ മൗനം.
നറു പുഷ്പമായി എന്നേക്കു നീളുന്ന മിഴിമുനയാരുടേതാവാം. മഴയുടെ തന്ത്രികൾ മീട്ടി നിന്നാകാശം മധുരമായ ആർദ്രമായി പാടി. മഴയുടെ തന്ത്രികൾ മീട്ടി നിന്നാകാശം മധുരമായ ആർദ്രമായി പാടി. കന്യതന്നേർക്കെഴും ഗന്ധർവ പ്രണയത്തിൻ സംഗീതം പോലെ പുഴപാടിത്തീരത്തെ മുളപാടി പൂവള്ളി കുടിലിലെ കുയിലുകൾ പാടി. ഒരു നറു പുഷ്പമായി എന്നേക്കു നീളുന്ന മിഴിമുനയാരുടേതാവാം. സന്ധ്യയും മാഞ്ഞു. ഒരു നിർവൃതിയിലെ ഭൂമിതന്മാരിൽ വീണുരുകും ത്രിസന്ധ്യയും മാഞ്ഞു. നെറുകയിൽ നാളങ്ങൾ ചാത്തും ചിറാകുകൾ യമുനയിൽ നീന്തുകയായി. പറയാതെ നീ പോയതറിയാതെ കേഴുന്നു ശരപഞ്ചരത്തിലെ പക്ഷി. ഒരു നറു പുഷ്പമായി എന്നേക്കു നീളുന്ന മിഴിമുനയാരുടേതാവാം. ഒരു മഞ്ജുഹർഷമായി എന്നിൽ തുളുമ്പുന്ന നിനവുകളാരെയൊത്താവാം. എനിക്ക് 2 ആൺമക്കളാണുള്ളത്. മൂത്ത കുട്ടിയുടെ പേര് ആഷ്ലിൻ ബി ദേവ്. മോൻ പഠിക്കുന്നത് 9th സ്റ്റാൻഡേർഡ് മലപ്പുറം KVയിലാണ്. രണ്ടാമത്തെ മകൻ 5th സ്റ്റാൻഡേർഡിൽ KV മലപ്പുറത്ത് തന്നെയാണ് പഠിക്കുന്നത്. മോന്റെ പേര് ആർഷൽ ബി മനു. അവർ കുഞ്ഞായിരിക്കുമ്പോൾ അവര് കരയുമ്പോഴൊക്കെ ഞാൻ അവർക്ക് പാട്ട് പാടിക്കൊടുക്കാറുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഉറങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ താരാട്ട് പാട്ടുകളാണ് പാടാറുള്ളത്. അതുകൊണ്ട് തന്നെ എന്റെ 2 മക്കൾക്കും ഞാൻ വാത്സല്യം എന്ന സിനിമയിലെ താമരക്കണ്ണൻ ഉറങ്ങണം എന്ന പാട്ട് എന്റെ ഗാനത്തിലൂടെ നൽകുകയാണ്. ഇതുവരെ കേട്ടുനിന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി ഞാൻ നന്ദി അറിയിക്കുന്നു. എന്റെ ഗാനം. എന്റെ ഗാനത്തിൽ ഇന്ന് ഇഷ്ടഗാനങ്ങൾ അവതരിപ്പിച്ചത് അധ്യാപികയും ആകാശവാണി ശ്രോതാവുമായ ബീന മാണിക്കോത്ത്.
അവരുടെ ഫോൺ നമ്പർ 9074498886. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി പറയാം, 9074498886. നിർവഹണം മുനീർ ആമയൂർ, സഹായം എം ജിഷ.